താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം ശാലോം പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹത്തിൻ്റെ താഴ്വരയിലേക്ക് സ്വാഗതം. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറെ സ്നേഹത്തോടെ നമുക്ക് സമ്മാനിച്ച സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ മാർപ്പാപ്പ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. നമ്മളുടെ കുടുംബങ്ങളെ ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഈ പരിപാടിയിലൂടെ നാം ഒരുക്കുന്നത്. കാലാകാലങ്ങളായി സഭ കുടുംബത്തെ പഠിക്കുകയും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ സമയത്തും കുടുംബ പ്രശ്നങ്ങളെ വിലയിരുത്തുന്ന ഒരുപാട് പ്രബോധനങ്ങൾ നമുക്ക് സമാനമായി ലഭിച്ചിട്ടുമുണ്ട്. ഈ സഭയുടെ ഈ കണ്ണാടിയിലൂടെ നമുക്ക് ഈ വിഷയങ്ങളെ, കുടുംബത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ നമുക്ക് നോക്കിക്കാണാം. ഈ ചർച്ചയ്ക്ക് നമ്മെ സഹായിക്കാൻ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. തൃശ്ശൂർ അതിരൂപത ഫാമിലി അപ്പസ്റ്റലേറ്റ് മുൻ ഡയറക്ടറും ലൂർദ് കത്തീഡ്രൽ വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് പുത്തൂരച്ചനെ ഈ ചർച്ചയിലേക്ക് നമുക്ക് ആദ്യമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമുക്ക് അടുത്ത വിശിഷ്ട അതിഥിയെ സ്വാഗതം ചെയ്യാം. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും എക്കണോമിക്സ് വിഭാഗം പ്രൊഫസറും കത്തോലിക്ക കോൺഗ്രസിൻ്റെ തൃശ്ശൂർ അതിരൂപത പ്രസിഡന്റും സുപ്രസിദ്ധ വചന പ്രഘോഷകനുമായ KM ഫ്രാൻസിസ് സാറിനെ അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അടുത്തതായി കേരള കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറും കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റും തൃശ്ശൂർ അതിരൂപതയുടെ പ്രഥമ വനിതാ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയുമായിരിക്കുന്ന ഡോക്ടർ മേരി രജീനയെ ഏറെ ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മളിന്ന് ഈ ചർച്ചയിൽ പ്രധാനമായും പങ്കുവയ്ക്കുക വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർക്കുണ്ടാകുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ചാണ്. നമുക്കിനി ചർച്ചയിലേക്ക് പ്രവേശിക്കാം. വിവാഹം കഴിഞ്ഞ് ഒരു പുതിയ കുടുംബാന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ എന്തെല്ലാമാണെന്ന് മാഷൊന്ന് പങ്കുവയ്ക്കാം. മനുഷ്യൻ്റെ സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹത്തിൻ്റെ ഒരു പൂർണ്ണതയായിട്ടാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും, പുരുഷനും സ്ത്രീയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹത്തിന് മനുഷ്യൻ്റെ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ എപ്പോഴും മറ്റുള്ളവർ, അവനുമായി ബന്ധപ്പെടുന്നവർ മറ്റുള്ളവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു അന്വേഷണം കുടുംബജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഈ ഒരു അന്വേഷണമുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സ്ത്രീ, അവളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവളുടെ വീട്ടുകാരെ ഉപേക്ഷിച്ച് അവളൊരു പുതിയ കുടുംബത്തിലേക്ക് വരുന്നു. ഈ വരുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അരക്ഷിതാവസ്ഥ, അതിനൊരു പരിഹാരം അവൾ അന്വേഷിക്കുന്നുണ്ട്. എന്നെ സംരക്ഷിക്കാൻ ആരുണ്ടെന്ന്. ഇവിടെ ഈ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ ഉള്ളിൽ നിന്നും ഒരു ചോദ്യം വരും. എൻ്റെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇത്തരമൊരു ചോദ്യം അപകടകരമായൊരു ചോദ്യമാണ്. ഇത് ദൈവം മാത്രം മനുഷ്യനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം പരിശോധിക്കുകയാണെങ്കിൽ യേശു അവസാനം പത്രോസിനോട് ചോദിക്കുന്ന 3 ചോദ്യമുണ്ട്. ഒരേ ചോദ്യം 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. പത്രോസ്, മറ്റുള്ളവരെക്കാൾ അധികമായി
നീ എന്നെ സ്നേഹിക്കുന്നു. ദൈവം മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ ഒരു ചോദ്യം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ കിടക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഭാര്യ ഇത്തരം ഒരു ചോദ്യം ഭാര്യയുടെ ഉള്ളിലുണ്ട്. അവൾക്ക് ഭയം വരുമ്പോഴൊക്കെ അവളിത് അന്വേഷിച്ചുകൊണ്ടിരിക്കും. പുതിയ കുടുംബത്തിലേക്ക് ഭാര്യ കടന്നു വരുമ്പോൾ അവിടെ വേറൊരു സ്ത്രീയുണ്ട്, അത് അമ്മയാണ്. ആ അമ്മ ഒരു സ്ത്രീയാണ്. ആ അമ്മയ്ക്ക് സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ പ്രായമാവും തോറും അമ്മമാർ ആൺമക്കളുടെ അരികിലേക്ക് ഒരു ചായ്ച്ചിലുണ്ടാകും. കാരണം പ്രായമാകുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് ആൺകുട്ടിയാണല്ലോ. അപ്പോൾ അമ്മമാരും ഇതേ ചോദ്യം ഉള്ളിൽ ചോദിക്കുന്നുണ്ട് മകനോട്. മറ്റുള്ളവരെക്കാൾ ഉപരിയായി, എൻ്റെ ഭാര്യയേക്കാൾ ഉപരിയായി എൻ്റെ മകൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുക ദൈവത്തിൽ നിന്നാണ്. പക്ഷെ അത് പരസ്പരം ചോദിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടെ ഭർത്താക്കന്മാർ, പുരുഷന്മാർ ഒരു വലിയ കാഴ്ചപ്പാടിന് ഉടമകളാവണം. കാരണം അവർ ചിലരെന്ത് ചെയ്യും, അമ്മയുടെ പക്ഷത്തേക്ക് ചാഞ്ഞ് ഭാര്യനെ ഒറ്റപ്പെടുത്തും. വേറെ ചിലരെന്ത് ചെയ്യും, ഭാര്യയുടെ പക്ഷത്തേക്ക് ചാഞ്ഞ് മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തും. ഇതിൻ്റെ നടുവിൽ ബാലൻസ് ചെയ്യാൻ ആർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ കുടുംബജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ബാലൻസ് ഇല്ലാതെ വരുമ്പോൾ ആണ് കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഇവിടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഇത് തിരിച്ചറിഞ്ഞ് മകനെ വിട്ടുകൊടുക്കാനുള്ള, ഭാര്യയുമായി യോജിപ്പിക്കാനുള്ള ഒരു ശ്രമം മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടാക്കണം. ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഭർത്താവ് പുതിയ രീതിയിൽ അമ്മയെ സ്നേഹിക്കണം എന്ന രീതിയിലേക്ക് വളർത്താനുള്ള ഒരു കടമ ഭാര്യയ്ക്കുണ്ട്. കാരണം മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ലേഖനത്തിൻ്റെ 190 ഖണ്ഡികയിലെ അവസാന വാചകം ഇങ്ങനെയാണ്: വിവാഹിതരായ ദമ്പതികൾ മാതാപിതാക്കളെ സ്വീകരിക്കാൻ പുതിയ മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും കുറ്റബോധം തോന്നും, ഞങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ലല്ലോ എന്ന്. അതിനുള്ള മാർഗങ്ങൾ യഥാർത്ഥത്തിൽ സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ എങ്ങനെ പുതിയ മാർഗങ്ങളിലൂടെ സ്നേഹിക്കാം, ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കുറേയധികം കുടുംബങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കെട്ടിച്ചു വരുന്ന മകളെ മകളായിട്ട് സ്വീകരിക്കാനായിട്ടുള്ള അമ്മയുടെ ഒരു മാനസികാവസ്ഥയുണ്ട് അവിടെ. അന്ന് വരെ എൻ്റെ പിന്നാലെ നടന്നിരുന്ന മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവളുടെ പിന്നാലെ പോകുന്നു. ഒരുവിധം എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ഒരുവിധം അമ്മമാർക്കൊക്കെ അതങ്ങോട്ട് വിട്ടുകൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതുപോലെ തന്നെ മറിച്ചുമുണ്ടാകാം. കല്യാണം കഴിച്ച് മകളെ കല്യാണം കഴിച്ചു, ആ മരുമകൻ വരുമ്പോൾ ആ മരുമകനെ സ്വന്തം മോനായിട്ട് കണ്ട് സ്വീകരിക്കുക എന്നുള്ളത്. ഇനി ഇതുപോലെ തന്നെയാണ് രണ്ട് കൂട്ടരുടെയും കുടുംബങ്ങളിലെ മാതാപിതാക്കൾ തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ. അവിടെയൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാകപ്പിഴവുകൾ മതി ഈ മകൻ്റെയും മകളുടെയും ദാമ്പത്യത്തെ വല്ലാതെ ബാധിക്കുന്നതായിട്ട് കാണുന്നത്. അവിടെ നമ്മൾ സാധാരണ പറയുന്നതാണ് ഒരു പൊസസീവ്നെസ്സിൻ്റെ ഒരു ചിത്രം. നേരത്തെ ഫ്രാൻസിസ് സാർ പറഞ്ഞതുപോലെ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതാണ്. കടന്നു വരുന്ന മരുമകനും എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതാണ് മകളുടെ അമ്മ ചിന്തിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ വളരെ ബാലൻസ്ഡായിട്ട് ഈ സ്നേഹത്തെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുക, വളരെ ബാലൻസ്ഡായിട്ട് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുക. ഇത് പരസ്പരം മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മതി അത് വലിയ സംഭവങ്ങളായിട്ട് മാറുന്നതൊക്കെ. ചെറിയ കാര്യങ്ങളാണ് ഒട്ടുമിക്കതും. അച്ഛൻ പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അമ്മായിമ്മ മരുമകൾ ബന്ധത്തെക്കുറിച്ച് തട്ടിൽ പിതാവിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഇപ്പോഴുണ്ട്, നമുക്കത് കാണാം. അമ്മായിമ്മമാരോട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകത, ഈ കൊച്ചച്ചന്മാർക്ക് വല്യച്ചന്മാർക്ക് കൊച്ചച്ചന്മാരെ കിട്ടുമ്പോഴും കൊച്ചച്ചന്മാർക്ക് വല്യച്ചന്മാരെ കിട്ടുമ്പോഴും ഉള്ള ഒരു പ്രയോഗമുണ്ട്.
ഒരു 10 കൊല്ലം 12 കൊല്ലമൊക്കെ പഠിച്ച് മിടുക്കനായിട്ടുള്ളൊരു കൊച്ചച്ഛൻ വരുമ്പോൾ അവനെ തറാപറ പഠിപ്പിക്കാനായിട്ട് വികാരിച്ചൻ പരിശ്രമിച്ചാൽ അവൻ്റെ വഴിക്ക് പോകും. ഇത് പലപ്പോഴും പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഈ മരുമകൾക്ക് ഈ കുടുംബത്തിൻ്റെ ഒന്നും അറിയില്ല. അവൾക്ക് ഇതിൻ്റെ സാഹചര്യവും ചുറ്റുപാടും ഒന്നും അറിയില്ല. ചില അമ്മമാർ ചിലപ്പോൾ മരുമക്കളുടെ മുമ്പിൽ വെച്ച് പറയുന്നൊരു വാചകമുണ്ട്, ഇവനെ ഈ പ്രായത്തോളം വളർത്താനായിട്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അത് ചിലപ്പോഴേ എനിക്ക് തോന്നുന്ന തൊഴുത്തിൽ നിൽക്കുന്ന പശുവിനെ, കറവ പശുവിനെ വിൽക്കാനായിട്ട് വീട്ടുകാരൻ പറയുന്ന ഒരു വാദഗതി പോലെയാണ്. നിങ്ങൾ മക്കളെ വളർത്തിയെന്നുള്ളത് സത്യമാണ്. നിങ്ങൾ എന്തിനാണ് വളർത്തിയത്? അവൻ അച്ഛനാക്കാനല്ലല്ലോ, അവളെ കന്യാസ്ത്രീയാക്കാനല്ലല്ലോ, അവളെ ഒരു ഇണയ്ക്കത്തുണയാക്കാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില മനോഭാവങ്ങൾ ഇവൾക്കൊന്നും അറിയില്ല, ഇവൾക്കൊന്നും ശരിയായിട്ട് മനസ്സിലായിട്ടില്ല. നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ മരുമക്കൾ വരുമ്പോൾ അവർക്ക് ഇല്ലാത്തത് അവർക്കുണ്ടാകണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ടല്ലോ, അത് വളരെ കഷ്ടമാണ് കേട്ടോ. നമുക്ക് കറുത്തതിനെ വെളുപ്പാക്കാൻ പറ്റില്ല, വെളുത്തതിനെ കറുപ്പാക്കാൻ പറ്റില്ല. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള പ്രകൃതി ശൈലിയുണ്ട്, അതിനോട് ഒത്തിണങ്ങാൻ നമുക്ക് കഴിയണം. ഇത് അമ്മമാർക്ക് മാത്രമല്ല, മരുമക്കൾക്കും ബാധകമാണ്. മരുമക്കൾ പലപ്പോഴും അമ്മമാരെ ഈ കിൻഡർ ഗാർഡനിലെ കുട്ടികളെ പോലെ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് 70, 65 വയസ്സായിട്ടുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ നമ്മളിനി അവരെ തറാപറ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പരിധിക്ക് അവർ നിൽക്കുകയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ബന്ധങ്ങളിലുള്ള ഊഷ്മളതയും ഈ ബന്ധങ്ങളിൽ പാലിക്കേണ്ട നൈസർഗികതയും അതാണ് എനിക്ക് തോന്നുന്ന കുടുംബത്തിൻ്റെ ഒരു സ്വാഭാവികത. തട്ടിൽ പിതാവ് ഇതിൽ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർമ്മ വരുന്നത്, എൻ്റെ വിവാഹം കഴിഞ്ഞ ഉടനെ എൻ്റെ അമ്മ ഒരു 6 മാസം കഴിഞ്ഞപ്പം മരണപ്പെട്ടു. ഞാൻ ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കരുതലും ഒരു അമ്മ എന്നുള്ള എനിക്ക് ആ ഒരു ഫ്രീഡത്തോടെ വിളിക്കാനും പിതാവ് പറഞ്ഞ ആ ഒരു ഇതിൽ എനിക്ക് ഒത്തിരി സാധിച്ചു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അമ്മയുടെ കുറവ്, എൻ്റെ വീട്ടിൽ എനിക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ കുറവ് ഇവരെ വീട്ടിൽ ചെന്നപ്പോഴത് അതിന് പകരമായിട്ട് കിട്ടി എന്നുള്ളത് എനിക്ക് വലിയ ആത്മവിശ്വാസം നൽകിയൊരു കാര്യമാണ്. ഞാൻ ടീച്ചറിലേക്കാണ് വരുന്നത്. ഒരു അമ്മയെന്ന നിലയിൽ പുതിയ തലമുറയിലെ യുവജനങ്ങളോട് ഇത്തരം പ്രശ്നങ്ങളിൽ പെടുന്നവരോട് എന്ത് നിർദ്ദേശമാണ് ടീച്ചർക്ക് നൽകാനുള്ളത്? എനിക്ക് തോന്നുന്നു ഈ ബന്ധങ്ങളെക്കാൾ കൂടുതൽ എനിക്കൊരു വ്യത്യാസം പറയാനുള്ളത്, ബന്ധങ്ങളും വ്യക്തികളും ഉണ്ടെന്നെങ്കിൽ കൂടി ഈ ഫിസിക്കലായിട്ടുള്ള സാഹചര്യങ്ങളും വ്യത്യാസമാണ്. നമ്മൾ വിവാഹിതനായോ മറ്റൊരു വീട്ടിലേക്ക് കടന്നു വരുമ്പോഴുള്ള സാഹചര്യം, ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു അറിവോട് കൂടിയിട്ടാണോ അവർ വിവാഹത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. കാരണം ഒരുപാട് കോലാഹലങ്ങളാണ് ഈ വിവാഹ അനുബന്ധ ആർഭാടങ്ങൾക്കും ഒരുക്കങ്ങൾക്കും വേണ്ടി അവർ സമയം ചെലവിട്ട് കഴിഞ്ഞ് ഈ ഭർതൃഗൃഹത്തിലേക്കോ വധുവിൻ്റെ ഗൃഹത്തിലേക്കോ കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പിറ്റേ ദിവസമാണ് അവർ റിയലൈസ് ചെയ്യുക എത്ര വ്യത്യസ്തമാണ് തങ്ങളുടെ വീടുകളിൽ നിന്ന് ഇവിടെ എന്ന് വ്യത്യസ്തം. അപ്പോൾ ഓരോ കാര്യത്തിലും ആ വ്യത്യാസം കണ്ടെത്തി എനിക്ക് തോന്നുന്നു രണ്ടു കൂട്ടരും രണ്ട് കുടുംബങ്ങളും ആവശ്യമുണ്ട്. ഈ ഒരു ആ വ്യത്യാസത്തിലേക്ക് കടന്നു വരാൻ ഒരു പ്രിപ്പറേഷൻ, മെൻ്റൽ പ്രിപ്പറേഷൻ എനിക്ക് തോന്നുന്നു ആവശ്യമുണ്ട്. പല വിധത്തിൽ ഒരുങ്ങാനുണ്ട് നമുക്ക്. അവിടെ എല്ലാം ദൈവകൃപയും ആവശ്യമുണ്ട്. കാരണം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാറ്റിമറിക്കപ്പെടുന്ന ജീവിതങ്ങളാണ് സത്യം പറഞ്ഞാൽ വിവാഹത്തിൽ സംഭവിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിയുന്ന സമയത്ത് ഏതാണ്ട് വലിയ ദൂരമില്ല ഞങ്ങളുടെ വീടുകൾ തമ്മിൽ. അപ്പോൾ ഒത്തിരി പരിചയമുള്ള സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു നല്ലൊരു ചെറുപ്പക്കാരൻ. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു നല്ലൊരു കുട്ടി, സിസ്റ്റർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ച കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ വിവാഹം കഴിഞ്ഞ് ആ ഒരു പുതിയ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ഒത്തിരി വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ അവിടെയൊക്കെ ഒരു പ്രാർത്ഥനയോടുകൂടെയൊക്കെ നമുക്ക് ആ ഒരു സാഹചര്യങ്ങളെ പതിയെ ഏറ്റെടുക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കുന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. 2 മക്കളുള്ളൂ, 2 പെൺകുട്ടികളുള്ള കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ 5 മക്കളുള്ള കുടുംബത്തിലേക്ക് വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. അത് വളരെ സ്വാഭാവികമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നേരിടേണ്ടി വരുന്നൊരു പ്രശ്നം നമുക്ക് അടുത്ത മാഷിലോട് ചോദിക്കാം.
പക്ഷേ വിവാഹം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു സ്നേഹത്തിൻ്റെ മുൻഗണനാക്രമത്തിൽ അല്പം മാറ്റം വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ജീവിത പങ്കാളിക്ക് പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടി വരുമ്പോൾ അതുവരെ മാതാപിതാക്കൾക്ക് ലഭിച്ച ആ സ്നേഹവും അംഗീകാരവും അതൊക്കെ ഒരു കുറവില്ലാതെ ബാലൻസോടുകൂടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മാഷൊന്ന് പങ്കുവെക്കാമോ? അതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളൊന്ന് നൽകാമോ? അതായത് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും പൂർണ്ണരില്ല. എല്ലാവരുടെ ജീവിതത്തിലും ഇത്തരം പ്രതിസന്ധി ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ വിവാഹത്തിൻ്റെ ശേഷമുള്ള ആദ്യ നാളുകളിൽ ഞാൻ എൻ്റെ അമ്മയോട് വളരെയധികം അറ്റാച്ച്ഡാണ്. കാരണം ഓരോ കാര്യം അമ്മയോട് സംസാരിക്കും. അങ്ങനെയുള്ള ബന്ധത്തിൽ നിന്ന് ഭാര്യ കയറി വന്നപ്പോൾ എങ്ങനെ എൻ്റെ ഭാര്യയുമായിട്ട് ഒരു സൗഹൃദ ബന്ധം പുലർത്തണം എന്നുള്ള ഒരു അജ്ഞത എനിക്കുണ്ട്. അതിൻ്റെ അനന്തരഫലമായിട്ട് സ്വാഭാവികമായിട്ട് ചില പ്രതിസന്ധികൾ വന്നു. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ഞാൻ എന്ത് ചെയ്തു, അന്നത്തെ എൻ്റെ വികാരിയച്ഛനായ ഇഗ്നേഷ്യസ് ചാലിശ്ശേരിച്ചൻ്റെ അടുത്ത് ചെല്ലാണ്. ഇങ്ങനെ എനിക്ക് ഒരു പ്രതിസന്ധി ഉണ്ട്, ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടത്. അപ്പോൾ അച്ഛൻ തന്ന ഒരു ഉപദേശം ആദ്യമായിട്ട് ഇതാണ്: വിവാഹം കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം ഭാര്യയ്ക്കാണ്. ഇത് ഒരു പ്രിൻസിപ്പിളായി നിൻ്റെ മുമ്പിലുണ്ടാവുക. അത് വിചാരിച്ചിട്ട് നീ അമ്മേനെ ഉപേക്ഷിക്കണമെന്നല്ല, പുതിയ വഴികൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ പരിശീലിക്കണം. അപ്പോൾ ഈ മാർഗങ്ങൾ പരിശീലിക്കുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പൊതുവായ ചില നിർദ്ദേശങ്ങൾ എനിക്ക് നൽകാൻ കഴിയും. കാരണം തട്ടിൽ പിതാവ് പറഞ്ഞു, ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മരുമകളെ മകളായിട്ട് സ്വീകരിക്കുന്ന വളർച്ച അതെങ്ങനെയാണ്? ഒരു അമ്മായിമ്മ മരുമകളോട് മകൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതേ മാനദണ്ഡത്തിൽ തന്നെയാണോ മരുമകൾ തെറ്റ് ചെയ്താൽ സമീപിക്കുക? മകൻ തെറ്റ് ചെയ്യുന്ന അതേ തെറ്റ് മരുമകൾ ചെയ്താൽ അതിനെ തെറ്റായിട്ടും മകനെ ന്യായീകരിക്കുകയും ചെയ്യും. ഇതാണ് ശരിക്കും ഒരു സ്കെയിലായിട്ട് വെക്കേണ്ടത് അല്ലേ? അടിസ്ഥാന സ്കെയിൽ ഇതാണ്. അതായത് ഒരേ തെറ്റ്, ഇപ്പോൾ ഒരു മരുമകളെ സംബന്ധിച്ച് അവൾ ചിന്തിക്കണം, എൻ്റെ അമ്മ ചെയ്യുന്ന തെറ്റും എൻ്റെ അമ്മായിമ്മ ചെയ്യുന്ന തെറ്റും ഒന്നാണ്. പക്ഷെ അമ്മയോടൊരു നിലപാടും അമ്മായിമ്മയോട് വേറെ നിലപാടും സ്വീകരിക്കരുത്. പക്ഷെ ഇങ്ങനെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു മാറ്റം വരണം. ഈ മാറ്റം എങ്ങനെ ഉണ്ടാക്കും? പറ്റാത്തതാണല്ലോ മനുഷ്യൻ്റെ പ്രശ്നം. ഇവിടെയാണ് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ജോൺ പോൾ രണ്ടാമൻ പറയുന്നുണ്ട്, യഥാർത്ഥ വിശ്വാസി ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങളെ നോക്കി കാണുകയാണ്. അപ്പോൾ അതിന് സ്വന്തം മനസ്സിനെ മാറ്റി ദൈവത്തിൻ്റെ കാഴ്ച നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഷിഫ്റ്റ് ആവശ്യമുണ്ട്. ഇതാണ് ശരിക്കും എനിക്ക് എൻ്റെ അന്നത്തെ വികാരി അച്ഛൻ എന്നെ സഹായിച്ചത് ഇക്കാര്യത്തിൽ. അത് വിജയമായി മാറി. ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് എപ്പോഴും, ഈ യേശു തമ്പുരാൻ ഒത്തിരിയേറെ വിമർശനങ്ങളും അവഗണനകളും ഒറ്റപ്പെടലുകളൊക്കെ അനുഭവിച്ചപ്പോഴും ഒരിക്കലും യേശു തളർന്നില്ല. ഞാനതിന് കാരണം കണ്ടെത്തുന്നത് മാമുദീസ സമയത്തും താബോർ മലയിൽ വെച്ചും ഈശോ കേട്ട സ്വരങ്ങൾ, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഈ ഒരു സ്വരം ആ രണ്ട് സംഭവങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം കേട്ടുകൊണ്ടിരുന്നു. ദൈവം എന്നെ അംഗീകരിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ചിലപ്പോൾ അല്പം ഇങ്ങനെ കാത്തിരിക്കാനോ അച്ഛൻ പറഞ്ഞ പോലെ ഈ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ഇന്ന് പല കുടുംബങ്ങളിലും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ വീട് വിട്ട് വേറെ വീടുകളിലേക്ക് പോവുക, അത്തരം പ്രവണതകളും ഒക്കെ. ഞാൻ ഇപ്പോൾ പള്ളിയിലിരിക്കുകയാണല്ലോ, ഒരിടവകയിലിരിക്കുകയാണ്. വീടുകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കാണുന്ന അല്പം ഒരു 10-12 വർഷമായിട്ടുണ്ടായ ഒരു വിചിത്രമായ ഒരു കാര്യമാണ്. ഒരു മോനോ ഉള്ളെങ്കിലും, ഒരു മോനാണ് ആണും പെണ്ണായിട്ടുള്ളൂ, അപ്പനും അമ്മയും പറയാണ് അവൻ കല്യാണം കഴിച്ച് അടുത്ത വീട് വെച്ച് താമസിച്ചോട്ടെ, അവർക്ക് ഞങ്ങൾ ശല്യമല്ല, ഞങ്ങൾക്ക് അവരും ശല്യമല്ല. അങ്ങനെ ഒരു വലിയ പ്രാക്ടിക്കലാണ്. അല്ലെങ്കിൽ അത് ആ പ്രോബ്ലം ഫേസ് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ അതൊരു നാട്ടുനടപ്പായി വരുന്നുണ്ട് നമ്മുടെ ഇടയിൽ വരുന്നുണ്ട്. പക്ഷേ അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ മകനും മരുമകൾക്കും ഒരു സപ്പോർട്ട് ആവശ്യമുള്ളത്, മാതാപിതാക്കളുടെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട് ആവശ്യമുള്ള കാലം എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലെ ഗർഭധാരണം, ശിശുവിനെ വളർത്തലാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് ആരോഗ്യമുള്ളപ്പോൾ
മക്കളെ അവർ അവോയ്ഡ് ചെയ്താൽ ഈ ഭാര്യയ്ക്ക് മാതാപിതാക്കളോട് ഒരു അറ്റാച്ച്മെന്റ് വരില്ലേ? അപ്പം ഇവർക്ക് കഴിവില്ലാത്ത കാലം വരുമ്പോൾ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ മരുമകള് തിരിച്ച് സ്നേഹിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ആ ജീവിത സൈക്കിള് കംപ്ലീറ്റ് ആവണമെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും പരസ്പരം ബന്ധപ്പെട്ട് ഇരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള. ജീവിതത്തിൽ ഇതുപോലെ ചേട്ടന്മാര് മാറിയിരുന്നപ്പോ അമ്മ മാഷിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന സമയം. കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഘട്ടത്തില് ഞാനാണ് വീട്ടിലെ മൂന്നാമത്തെ മകൻ എന്ന് പറഞ്ഞ ഇളയ മകനാണ്. എന്നെ അമ്മ എല്ലാ കാര്യത്തിലും സഹായിക്കും. പക്ഷെ അതേസമയം തന്നെ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് കൂടുതൽ ചേരുന്നത് അമ്മയ്ക്ക് സ്വാഭാവികമായും വേദന ഉണ്ടാക്കുകയാണ്. പക്ഷെ ഈ ഒരു പ്രതിസന്ധിയെ പൂർണ്ണമായി അതിജീവിച്ചോ എന്ന് ചോദിച്ചാൽ അതിജീവിച്ചില്ല. പക്ഷെ അതിനെ നേരിടുകയും ദാമ്പത്യ ജീവിതത്തെ എപ്പോഴും ഒരു വളർച്ചയായിട്ട് കാണുന്നു. ക്രമേണ 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 വളർന്ന് 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 വരികയാണ്. അപ്പോൾ അപ്പം എൻ്റെ മക്കളെ നോക്കാൻ അമ്മ സഹായിച്ചു. അതേപോലെ തന്നെ അവസാന കാലഘട്ടം വന്നപ്പോൾ എൻ്റെ അമ്മേനെ സഹായിക്കാൻ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്മ മരിച്ചു കിടക്കുന്ന ഒരു ഇതിൽ ചെന്നപ്പോഴേ സ്വന്തം മക്കൾ പോലും കരയാത്ത പോലെ ഒരു മരുമകള് അതിൽ ഇൻവോൾവ് ആയത് ഞാൻ ശ്രദ്ധിച്ചു. പറഞ്ഞാൽ അമ്മയുടെ വേർപാടിൽ മക്കൾക്ക് സങ്കടമുണ്ട്, അതിനേക്കാളേറെ അവരുടെ ആ വളർത്തിയത് ഈ മരുമകള്. അപ്പൊ അവര് പറഞ്ഞ കാര്യം എത്രത്തോളം അവർ അറ്റാച്ച്ഡ് ആയിരുന്നിരിക്കണം, എത്രത്തോളം ഈ അമ്മായിമ്മയും മരുമകൾ സ്വന്തമാക്കിയിട്ടുണ്ടാവും എന്നിങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കും. പലപ്പോഴും ഉണ്ടാവുന്നത് ദമ്പതികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ആ സമയത്തെ ആ ദിവസങ്ങളിലെ ഒരു ചെറിയ സൗകര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുക. ദാമ്പത്യത്തെ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഒരു വളർച്ചയായിട്ടോ ഒരു ടോട്ടാലിറ്റി ആയിട്ട് കണ്ടിട്ട് ചില സഹനങ്ങൾ, ചില വിട്ടുകൊടുക്കലുകൾ, ചില എളിമപ്പെടലുകൾ അത് സ്വീകരിക്കാനായിട്ട് പറ്റാതെ വരുന്നു. ഇത് സ്വീകരിക്കാൻ പറ്റണമെങ്കിലാണ് നേരത്തെ എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വലിയ കൃപ വർഷിക്കപ്പെടേണ്ടത്. അവിടെയാണ് പ്രാർത്ഥന, വല്ലപ്പോഴും ഒക്കെ ഒരു ധ്യാനം. ഈ കൃപ തന്നെയാണ് നമുക്ക് വിവാഹത്തിന്റെ ആദ്യ ദിവസം മുതൽ ദൈവം നമുക്ക് വിവാഹം എന്ന കുദാശയിലൂടെ നമുക്ക് സ്വീകരിക്കേണ്ട കൃപയും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെ അല്ലെങ്കിൽ ഈ ബന്ധങ്ങളിലുള്ള അപൂർണതകളെ പൂർണ്ണമാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അച്ഛൻ പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഓർക്കായിരുന്നേ, മാഷ് ഇങ്ങനെ പങ്കുവച്ചായിരുന്നു, ഈ നമ്മൾ ആരും പൂർണ്ണരല്ല. നമുക്ക് ആർക്കും ഒരു 100% പെർഫെക്ഷനിലേക്ക് എത്താൻ സാധിക്കില്ല. ഭാര്യയ്ക്ക് പൂർണ്ണമായിട്ടും ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റില്ല, ഭർത്താവിന് പൂർണ്ണമായിട്ടും ഭാര്യയെ സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനുള്ളൊരു പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന്. ടീച്ചർ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള അനുഭവം, അപ്പോൾ വിവാഹിതരായ ഒരുപാട് ദമ്പതികളെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലും ടീച്ചർക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടോ? എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ കുറവുകളെ നിറവുകളാക്കുന്ന അച്ഛൻ പറഞ്ഞു, അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മളെല്ലാവരും കുറവുള്ളവരാണ്. അപ്പം ഞാൻ വാശി പിടിക്കുന്നത് ഞാനെല്ലാം പെർഫെക്റ്റ് ആണ് എന്നൊരു ചിന്ത എനിക്ക്. അപ്പോൾ ഈ വിവാഹത്തിലേക്ക് കടന്നു വരുന്ന ദമ്പതികൾക്ക് ഇപ്പോൾ ഉള്ള പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അവരവരുടെ ഇഷ്ടങ്ങൾ സാധിച്ച് ചെറുപ്പം മുതലേ ശീലിച്ചവരാണ് അവർ. അപ്പോൾ അവർക്ക് തോന്നുന്നത്, യുവാവിന് തോന്നുന്നത് അദ്ദേഹം പെർഫെക്റ്റ് ആണ്, അദ്ദേഹം ആഗ്രഹിക്കുന്നതും പെർഫെക്ഷനാണ്. തിരിച്ചും പെൺകുട്ടി ആഗ്രഹിക്കുന്നതും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഭർത്താവിനെ അതൊരിക്കലും സാധ്യമല്ല. അതവർ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് അങ്ങനെ ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്സ്, പെർഫെക്ഷൻ, ഐഡിയൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ളത്. കുറവുകളുണ്ട്. ആ കുറവുകൾ നികത്തി അനി പറഞ്ഞ പോലെ നമ്മൾ സന്തോഷത്തിലെത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഈ പെർഫെക്ഷനിലേക്ക് എത്തുക, പൂർണ്ണതയിലേക്ക് എത്താനല്ല നമ്മുടെ ശ്രമം. ഉള്ളതുകൊണ്ട്, ഓണം പോലെ എന്നൊക്കെ പറയുന്നത്, ഉള്ളതുകൊണ്ട് രണ്ടാളുടെയും കുറവുകൾ പരസ്പരം പൂരകങ്ങളായിട്ട് കുറച്ചു കൊണ്ടുവന്ന് അതിനെ നല്ല സ്വഭാവങ്ങളും നന്മകളും പരിപോഷിപ്പിച്ച് അതിനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു നമുക്കൊരു സന്തോഷമാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഞാൻ കല്യാണത്തിന് മുമ്പ് ജീസസ് യൂത്തിലും വചന പ്രഘോഷണത്തൊക്കെ ഉള്ളപ്പോൾ എന്നെക്കുറിച്ച് പുറമേ നിന്നുള്ളൊരു വലിയ അഭിപ്രായങ്ങളാണ് എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നമ്മുടെ പൊള്ളയായ ജീവിതത്തിലെ അവസ്ഥകളും ഒക്കെ അവൾ മനസ്സിലാക്കിയപ്പോൾ പിന്നീട് എന്നോട് പറയാം, ഞാൻ കേട്ടത് ശരി,
പക്ഷെ അത് പരസ്പരം പങ്കുവെക്കാനും അതെ, ആ തുറന്ന മനസ്സും മനസ്സിലാക്കാനുള്ള ഒരു ഇതും അവിടെയാണ് വീണ്ടും ദൈവകൃപയുടെ എലിമെന്റ് കടന്നു വരേണ്ടത്. കാരണം ആ തുറവി നമുക്കുണ്ടാകണം. അതല്ല, ആത്മീയപിതാക്കന്മാർ പറയുന്ന ഒരു വാചകം ഉണ്ടല്ലോ, വിജയിക്കുക എന്നുള്ളതല്ല വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. തീർച്ചയായും എല്ലാറ്റിലും മുഴുവൻ സംതൃപ്തിയും വിജയവും 100 മേനി വിളവും അല്ല. അവിടെ 30 മേനിയും 60 മേനിയും ഒക്കെ കിട്ടുള്ളായിരിക്കും. പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്തോ. എന്തായാലും പരിപൂർണതയ്ക്കായുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകുക. അത് കൃപയോട് ചേർന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൗദാശിക കൃപയിൽ അടിയുറച്ച് നിന്ന് നമ്മൾ ഈ ബന്ധങ്ങളിൽ വളർത്തിയെടുക്കേണ്ടത് തന്നെയാണ്, അല്ലേ? എന്ന് വെച്ച് നമ്മൾ കുറ്റബോധത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മളിപ്പോൾ കുറവുകളുണ്ടാവുക എപ്പോഴും. ഈ ബെനഡിക്ട് 16 ഒരു വാചകം ഇങ്ങനെയാണ്: മനുഷ്യന് എത്ര പരിശ്രമിച്ചാലും ഒരു അപൂർണത ബാക്കിയുണ്ടാകും, പക്ഷേ ആ അപൂർണതയെ ദൈവം പൂർണ്ണതയാക്കി മാറ്റും. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പൗലോസ്ലീഹയ്ക്ക് കൃത്യമായി ഉത്തരം കിട്ടിയത് അതല്ലേ. മുള്ളുണ്ട് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ മുള്ളെടുത്ത് മാറ്റാന്നല്ല പറഞ്ഞത്, നിനക്ക് എൻ്റെ കൃപ മതി, എൻ്റെ കൃപ മതി. ആ കൃപയിൽ നീ ആശ്രയിക്കുക, അപ്പോൾ പൂർണ്ണനാകും. മാഷി പറഞ്ഞത് തികച്ചും ശരിയാണെന്ന് എനിക്ക് തോന്നുക. കാരണം ഞാനൊരു അധ്യാപികയാണ്. നമ്മളുടെ ജീവിതത്തിലെ കുടുംബങ്ങളിലെ ഈ മാതാപിതാക്കളുടെ സപ്പോർട്ട് നമുക്ക് വലിയൊരു പിന്തുണയാണ്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ മക്കളെയൊക്കെ ഒറ്റയ്ക്കാക്കി പോകേണ്ട അവസ്ഥ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം അമ്മ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് കിട്ടുന്ന ഒരു സ്നേഹവും നമുക്ക് ലഭിക്കുന്ന ഒരു സപ്പോർട്ടും വളരെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ കുടുംബത്തിലുണ്ടായിരുന്നു മൂലം ആ ഒരു സ്നേഹം അനുഭവിച്ച ഒരു കുടുംബത്തെ നമുക്ക് ഈ ക്ലിപ്പിൽ ഇപ്പോൾ ഒന്ന് കാണാം. വിവാഹം കഴിഞ്ഞ് കടന്നു വന്ന സന്ദർഭങ്ങളിലൊക്കെ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു പെൺകുട്ടികളില്ലാത്തത് കൊണ്ടായിരിക്കാം, ഹസ്ബൻഡ് ഒരൊറ്റ മോനാണ്, പെൺകുട്ടികളില്ലാത്തത് കൊണ്ടായിരിക്കാം വളരെ സ്നേഹപൂർവ്വം വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറാറുള്ളത്. പിന്നെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അമ്മച്ചി എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എന്നെ മനസ്സിലാക്കി ഒന്ന് ക്ഷമിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ അമ്മച്ചീനെ മനസ്സിലാക്കി ക്ഷമിച്ചു തരും. അപ്പച്ചനും അതെ, വേണ്ട സമയത്ത് ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണ്, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ പരസ്പരം സഹകരിച്ച് പലപ്പോഴും വീട്ടിൽ നിന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും മക്കളെ ഇവിടെ ഇട്ടിട്ട് വേണമല്ലോ പോകാനായിട്ട്, അത് ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ സന്തോഷം നമ്മളിവിടെ അപ്പച്ചനും അമ്മച്ചിയുടെ അടുത്ത് കൊടുത്തു പോകുമ്പോൾ ഞങ്ങളെക്കാൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുമെന്നുള്ള പ്രതീക്ഷയിലും ആശ്വാസത്തിലും കൂടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ വീട്ടിലെ ഓരോരോ അടുക്കളയിലായാലും വീട്ടിലെ ഓരോ കാര്യങ്ങളായാലും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. അത് നല്ല ക്ഷമയോടും എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. കാരണം ഇന്ന് ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സ്വയം ഇടയ്ക്കൊന്ന് ചിന്തിച്ച് നോക്കും. അതില്ലാതിരുന്നെങ്കിലേ അവരോട് കുറച്ചും കൂടെ നന്നായിട്ട് പെരുമാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായിരുന്നില്ലേ എന്നിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഇപ്പോൾ പറയും, അമ്മച്ചി അപ്പച്ച ഒന്നും വിചാരിക്കേണ്ട, അത് പെട്ടെന്ന് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അതുപോലെ അമ്മച്ചും തിരിച്ച് പറയാറുണ്ട്. അങ്ങനെയൊക്കെ മുന്നോട്ട് സഹകരിച്ച് സന്തോഷത്തോടു കൂടി പോകാനായിട്ട് കഴിയാറുണ്ട്. ഈ ക്ലിപ്പിൽ കണ്ട ആ മരുമകൾ ഭർത്താവിൻ്റെ അപ്പനും അമ്മേനെയും സ്വന്തം പോലെ കരുതുന്നതിൽ വിജയിച്ച് അല്ലെങ്കിൽ പരാജയപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നവർ സമ്മതിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ ആ മാതാപിതാക്കളുടെ സാന്നിധ്യത്തെ വിലമതിക്കുകയും അല്ലെങ്കിൽ അവരെ സ്വന്തമാക്കുകയും ചെയ്യുന്നതിൽ വിജയിച്ച ഒരു മകൾ, അതിൻ്റെ ആ സന്തോഷം നമുക്ക് അതിൽ കാണുന്നുണ്ട്. മാർപ്പാപ്പ ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ നേരത്തെ മാഷ് പറഞ്ഞ ഒരു കൊട്ടേഷനാണ് 190-ാം ഖണ്ഡികയിൽ പറയുന്നുണ്ട്: പുത്രന്മാരും പുത്രിമാരും ആയിരിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ ഭാര്യ ഭർത്താക്കന്മാരെ വിവാഹം വെല്ലുവിളിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കുറവുകളുണ്ട്, അപൂർണതകളുണ്ട്, പക്ഷെങ്കിലും ഒരു സ്വന്തം പോലെ സ്നേഹിക്കാനും സ്വന്തം പോലെ സ്വീകരിക്കാനുമുള്ള ഒരു പുതിയ വഴികൾ കണ്ടെത്താൻ വിവാഹത്തിൻ്റെ ആ കൃപ നമ്മളെ നിർബന്ധിക്കുന്നു എന്നാണ് മാർപ്പാപ്പ ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള അവസരവും അതിനുള്ള പരിശ്രമവും പുതിയ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ. വിവാഹം കഴിഞ്ഞ് പുതിയ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രതിസന്ധികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. നമ്മൾ ഈ എപ്പിസോഡ്
പൂർണ്ണമാകുന്നില്ല. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണും. കൂടുതൽ പ്രായോഗിക നിർദ്ദേശങ്ങളുമായി സ്നേഹം പൂക്കുന്ന താഴ്വരകളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പരസ്പരം നമുക്ക് സ്നേഹിച്ച് നമുക്ക് കാത്തിരിക്കാം.